Hi and welcome back. അങ്ങനെ നമ്മൾ 3 എക്സാമുകൾ വളരെ നന്നായിട്ട് എഴുതി. ഇനി നമ്മൾ ഇലക്ടീവ്സും അതുപോലെ നമ്മുടെ ലൈഫ് സ്കില്ലും. ഓക്കെ, അപ്പൊ ലൈഫ് സ്കില്ലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് 2023 നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ടെമ്പറമെന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ടെമ്പറമെന്റ് സ്വഭാവ ഗുണാണ് കേട്ടോ. ഇന്റർപേഴ്സണൽ സ്കില്ല്, ഇമോഷണൽ റെഗുലേഷൻ. ഈ റെഗുലേറ്റർ എന്ന് പറയാൻ ഫസ്റ്റ് അബ്നോർമൽ മുതൽ പറയുന്നത് നമ്മുടെ ഫാന്റെ റെഗുലേറ്റർ ആലോചിക്കുക. നമ്മുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇക്വാനിമിറ്റി, സ്ലൈവി ആൻഡ് മേയർ, അസർട്ടീവ്നെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ് സ്കിൽസ്, സെൽഫ് എഫിക്കസി, ടൈം മാനേജ്മെന്റ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അഡോളസെൻസ്, ആരാണ് അഡോളസെൻസ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ഇനി 5 മാർക്കിനാണെങ്കിലോ എങ്ങനെയാണ് ആങ്കർ മാനേജ്മെന്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷന്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം കേട്ടോ. ജെൻഡർ സെൻസിറ്റിവിറ്റി, ലൈഫ് സ്കിൽ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. എഗെയിൻ സ്ട്രെസ് മാനേജ്മെന്റ് എപ്പോഴും കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അതിനെക്കൊണ്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ, സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഗ്നോക്ക് എങ്ങനെ എടുത്തൊരു വീഡിയോ അവൈലബിൾ ആക്കി തരാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സ്കിൽസ് ഫോർ കരിയർ പ്ലാനിങ്, സ്കിൽ റിക്വയർഡ് ഫോർ ലീഡർഷിപ്പ്, ലീഡർഷിപ്പിന്റെ സ്കിൽസ്. ഇത്രയുമാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി എസ്സേ ആയിട്ട് വാട്ട് ആർ ദ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് സെൽഫ്, ഡിസ്ക്രൈബ് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ വേരിയസ് കമ്പോണൻസും ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഓക്കെ ആണോ? ഇനി 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. റെസിലിയൻസ്, സഹന ശക്തിയാണ്. ലൈഫ് സ്കിൽസ്, സെൽഫ് ഡെവലപ്മെന്റ്, നെഗോസിയേഷൻ സ്കില്ല്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. സർവൈവൽ സ്കില്ല്, ആക്റ്റീവ് ലിസണിങ്ങും, കോൺഫ്ലിക്റ്റ്, റിഫ്ലക്റ്റീവ് ബിഹേവിയർ, MBTI, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പി ഇന്റർവെൻഷൻ ആട്ടോ MBTI എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് റിപ്പീറ്റ് ആണ്. ഇമോഷണൽ റെഗുലേഷനും റിപ്പീറ്റ് ആണ് കേട്ടോ. ടൈം മാനേജ്മെന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? സിംറ്റംസ് ഓഫ് ആൻസൈറ്റി, ആൻസൈറ്റിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? വുമൺ എംപവർമെന്റ്, ജെൻഡർ ന്യൂട്രാലിറ്റി, ഹൗ ടു ആസ്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് 10 മാർക്കിനും 5 മാർക്കിനും ഷുവർ ആണ്. ഹൗ ടു കണ്ടക്ട് ലൈഫ് സ്കിൽ ട്രെയിനിങ് ഫോർ വേരിയസ് ഗ്രൂപ്പ്സിന് എങ്ങനെയാണ് ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക? ബ്രിങ് ഔട്ട് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഇൻ കോളേജ്. നമ്മുടെ നാട്ടിലൊക്കെ ആട്ടോ ലൈഫ് സ്കിൽ ഇല്ലത്. നമ്മളെ ഈ മൂത്തവർ എന്ത് പറഞ്ഞാലും ബഹുമാനിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സ്കിൽ ഇല്ല, അസർട്ടീവ്നെസ് ഇല്ല, നോ പറയാൻ നമുക്ക് മടിയാണ്. നമുക്ക് ഒരു ലൈഫ് സ്കില്ലും ഇല്ല. ശരിക്കും ലൈഫ് സ്കിൽ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ, സ്കൂൾ ലെവൽ തൊട്ട് അവർക്ക് ഒരു സബ്ജക്റ്റ് ആണ് ലൈഫ് സ്കിൽ എന്ന് പറയാം. ഇമോഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഒരു കാര്യം എങ്ങനെ അസർട്ടീവ് ആയിട്ട് പറയാം. ഇനി 2021 പോകും. 21 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ടൈം മാനേജ്മെന്റ് 2 മാർക്കിന് 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലേണിംഗ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻസ്റ്റെഡ് ഓഫ് അവോയ്ഡിങ് ഇറ്റ്. എങ്ങനെ പ്രോബ്ലം സോൾവിങ് പഠിക്കാം, അവോയ്ഡ് ചെയ്യുന്നതിന് പകരം പഠിക്കാം. ലിസണിങ് എഫക്റ്റീവ്ലി, കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ, അഗെയിൻ എന്താ പറയുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ക്രിയേറ്റീവ് തിങ്കിങ് വീണ്ടും വന്നിട്ടുണ്ട്. സ്കിൽ ഫോർ വുമൺ എംപവർമെന്റ്, ഓവർകമ്മിങ് സ്ട്രെസ്, സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. പാരാ ലാംഗ്വേജ്, മെന്റൽ സ്റ്റേറ്റ്. പിന്നെ മേക്കിംഗ് കരിയർ ഡിസിഷൻ ആണ് 5 മാർക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മെത്തേഡ് ഓഫ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, സ്കിൽസ് ഫോർ ഓവർകമ്മിങ് ആൻസൈറ്റി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എംപതി. എംപതി എന്തിനാണ് ഇത്രയും അത്യാവശ്യമെന്ന് ഒരു എക്സാമ്പിൾ സഹിതം പറയാനാണ്. എംപതി ഒരു കൗൺസിലർ എന്ന നിലക്ക് നമുക്ക് എംപതി നിർബന്ധമാണ്. കാരണം അയാളായി ചിന്തിച്ചാൽ മാത്രം അയാൾക്ക് ഒരു സൊല്യൂഷൻ. ഒരു ക്ലയന്റ് എ വന്നു കഴിഞ്ഞാൽ എ ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് സൊല്യൂഷൻ. അഫ ആയിട്ട് ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ക്ലയന്റ് വരെയാണ്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ അങ്ങനെ അഫയായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിന്തിക്കും, എന്താ ജോലിക്ക് പോയാല് മക്കളെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോയിപ്പോഴേ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ അവിടെ മക്കളാക്കി പോയൊരു സാഹചര്യം ഇല്ല. അത് എയുടെ സാഹചര്യമാണത്. എ ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ എയുടെ സാഹചര്യം നിന്നിട്ട് എക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് എംപതി, നോട്ട് സിമ്പതി. അവർക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് കൂടെ സങ്കടം വരികയാണെങ്കിൽ സിമ്പതി. നമുക്ക് കൗൺസിലിംഗിൽ എംപതി ആണ് വേണ്ടത്. Describe theories that explain development of self, meaning and importance of life skill, role of eye contact in communication. ഇത്രയുമാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ലിസണിംഗ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ്, കരിയർ പ്ലാനിംഗ് സ്കിൽസ്, ഇന്റർപേഴ്സണൽ ഓറിയന്റേഷൻസ്, definition of life skill. ഇത് കണ്ടിട്ടോ. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ റിപ്പീറ്റഡ് ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സെൽഫ് അവയർനെസ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. മദർ സ്കിൽസ് എന്താണ്? സ്കിൽസ് ഓഫ് എംപവറിംഗ് വുമൺ, അഗൈൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ് സ്കില്ല്, റോൾ ഓഫ് WHO ഇൻ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. കോർ ലൈഫ് സ്കിൽസ് ഏതൊക്കെയാണ്? ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ യൂത്ത്, ക്രിട്ടിക്കൽ തിങ്കിങ്. സത്യം പറയട്ടെ, 6th സെമ്മില് ഈ ഒരു വിഷയം എന്തിനാണ് പഠിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ പഠിച്ച സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. കാരണം സൈക്കോളജിയിൽ നമുക്ക് ഈ ലൈഫ് സ്കില്ല് വേണം, ഇല്ലാതെ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരെണ്ണം പോലും എന്തിനാണ് ഈ സബ്ജക്ട്, എന്താണ് ഈ സ്കിൽസ് എന്ന് പോലും എനിക്കൊന്നും ഒരു മൊഡ്യൂൾ ഒറ്റ ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടായിരുന്നോ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഓരോ സ്കിൽസും ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കേൾക്കാനുള്ള ഒരു ബുദ്ധി കൊണ്ടാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നവരെ ഈ സബ്ജക്ട് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സ്കില്ലൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്ന് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? ഇപ്പോഴും ഇല്ല. അതാണ് പ്രശ്നം. ഡിസ്ക്രൈബ് ദിസ്. ഇത് പഠിക്കാതെ നമുക്കൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ലൈഫ് സ്കിൽ മൊത്തം, ഈച്ച് ആൻഡ് എവറി ലൈഫ് സ്കിൽ നമ്മൾ അത്ര അത്യാവശ്യം. കാരണം അസർട്ടീവ്നെസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ സോഷ്യൽ സ്കില്ലും ലൈഫ് സ്കില്ലാണ് നമ്മൾ പേഷ്യന്റ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടാവുക. ഒരു നോ പറയാൻ അറിയാത്ത പേഷ്യന്റ് ആണ്, അയാൾ വന്ന് അയാൾക്ക് നോ പറയാൻ പഠിപ്പിക്കാൻ അസർട്ടീവ്നെസ്. ഞാൻ എത്ര പേരെ റോൾ പ്ലേ വരെ ചെയ്ത് അസർട്ടീവ്നെസ് പഠിപ്പിക്കാറുണ്ട്. ഞങ്ങളിവിടെ ലൈഫ് സ്കില്ലിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ലൈക്ക് എവറിഡേ വെൽബീയിങ്ങിന് വേണ്ട ലൈഫ് സ്കിൽസ് നമ്മൾ സെഷൻ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പിന്. കാരണം ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല ഈ ലൈഫ് സ്കിൽസ് കേട്ടോ. Explain the effective communication skill. Discuss the meaning and importance of life skill. How can a person improve skills of decision making and problem solving? ഇത്രയുമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പൊ ഞാൻ ലൈഫ് സ്കില്ലിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് സ്കിൽ. A skill is a learned ability. ഇപ്പൊ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് സ്കിൽ. ലേൺ ചെയ്യുന്ന എബിലിറ്റിനെയാണ് സ്കിൽ. ഇപ്പൊ കൗൺസിലിംഗ് ഒരിക്കലും ഒരു ഇന്നേറ്റ് ഇൻബോൺ സാധനം ഒന്നല്ല, ഒരു സ്കില്ലാണ്. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ പേടിയാണ്, അയ്യോ ഞാൻ അങ്ങനെ ഒരു പേഷ്യന്റിനെ ഡീൽ ചെയ്യും, അയ്യോ ഞാൻ അങ്ങനെ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കും, അവരെ സങ്കടം കേട്ടാൽ എനിക്ക് സങ്കടം വരുമോ, അങ്ങനെയൊക്കെ ചില കുട്ടികളൊക്കെ ചോദിക്കും മാം അവർക്ക് സങ്കടം കേട്ടാൽ. അതൊക്കെയാണ് ഈ ലൈഫ് സ്കിൽ. നമുക്ക് ആദ്യം ഇത് ഉണ്ടാവണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, സിമ്പതി അല്ലല്ലോ, എമ്പതി അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് സങ്കടം വരാം? അയാളെ രക്ഷിക്കണം എന്നുള്ള മെന്റാലിറ്റിയിലാണ് നമ്മൾ അയാളുടെ കഥ കേൾക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് നമുക്ക് സങ്കടം വരിക? അയാളെ അതിന് പിക്ക് ചെയ്ത് കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്. അപ്പൊ ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഓൾറെഡി ലേൺഡ് competencies that assist people in functioning well in the environment in which they live. കേട്ടോ, അവര് ജീവിക്കുന്ന എൻവയോൺമെന്റ് അവരെ നന്നായി ഫങ്ഷനിങ് ചെയ്യാൻ എന്താ പറയാ സഹായിക്കുന്ന
സ്കിൽസിനെയാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. The term life skill refers to a skill you need to make the most out of your life and proves to useful in your life can be considered a life skill. കണ്ടോ, നിങ്ങളുടെ പിന്നെ ലൈഫിന് ഈസി ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഏത് സ്കില്ലും ലൈഫ് സ്കിൽ. ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട, കേട്ടോ, ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് ലൈഫ് സ്കില്ലാണ്. These are skills needed by an individual to operate effectively in the society in an active and constructive way. കേട്ടോ, ഈ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ എഫക്റ്റീവ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ അസർട്ടീവ്നെസ്സും അതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വേണം. World Health Organization has defined the life skill as the living skill or abilities for adaptive and positive behavior that enable individual to do effectively with the demands and challenges of everyday life. കണ്ടോ, WHO പറഞ്ഞിരിക്കുന്നത് ലിവിങ് സ്കിൽസ് ഓർ എബിലിറ്റീസ് ആണ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ചുറ്റുപാടുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഴുകിച്ചേരാൻ സഹായിക്കുന്ന രീതിയിലുള്ള സ്കിൽസിനെയാണ്, പോസിറ്റീവ് ബിഹേവിയർ കൊണ്ടുവരുന്ന സ്കിൽസിനെയാണ് അദ്ദേഹം WHO ലൈഫ് സ്കിൽസ് എന്ന് വിളിച്ചിരിക്കുന്നത്. UNICEF identified life skill as a behavior change or a behavior development approach designed to address the balance 3 areas. 3 areas ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയറൽ ഡെവലപ്മെന്റ് അപ്രോച്ച് ആയിട്ടാണ് യൂണിസെഫ് ലൈഫ് സ്കില്ലിനെ പറഞ്ഞിരിക്കുന്നത്. നോളജും ആറ്റിറ്റ്യൂഡും സ്കിൽസും മൂന്നും കൂടി എന്താവാണ് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ലൈഫ് സ്കില്ല് എന്നാണ്. അവിടെ ലൈഫ് സ്കില്ല് സൈക്കോളജി മാത്രമല്ല കേട്ടോ, സൈക്കോളജിക്കൽ എബിലിറ്റീസ് ഉണ്ട്, ഇന്റർപേഴ്സണൽ സ്കിൽസും വരുന്നുണ്ട്. അതെന്തൊക്കെ ചെയ്യാനാണ് നമ്മളെ സഹായിക്കുന്നത്, എന്തൊക്കെ ചെയ്യാനാണ് ലൈഫ് സ്കില്ല് നമ്മളെ സഹായിക്കുന്നത്? ഡിസിഷൻ എടുക്കാന്, പ്രോബ്ലം സോൾവ് ചെയ്യാന്, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാന്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാന്, മറ്റുള്ളവരെ എംപത്തൈസ് ചെയ്യാന്, സ്ട്രെസ്സിനുമായിട്ട് കോപ്പ് ചെയ്യാന്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓഫ് ലൈഫ് ഇൻ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് മാനർ. ഇനി പ്രൊഡക്റ്റീവ് മാനർ ആണ്. കണ്ടോ, നമ്മുടെ ജീവിതം കൂടുതൽ ഹെൽത്തിയും പ്രൊഡക്റ്റീവ് ആവില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, നല്ല ഡിസിഷൻ എടുക്കാം, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക, നല്ല ഡിസിഷൻ അവർക്ക് തന്നെ എടുക്കാൻ പറ്റുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക, ക്രിട്ടിക്കൽ ഒരു കാര്യത്തെ കീറി മുറിച്ച് ചിന്തിക്കാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താ പറയാ പറയാൻ പറ്റുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങോ അല്ലെങ്കിൽ അപ്പം എനിക്കൊരു പേഷ്യന്റ് വന്നായിരുന്നു, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിട്ടായിരുന്നു. അപ്പം അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തു, ഓഫീസിൽ വിളിച്ചാലാണ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക. പക്ഷെ അർജന്റ് ആണ്, സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, എനിക്ക് മാമിനോടൊന്ന് പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ മേടിച്ചു. അങ്ങനെ നമ്പർ മേടിച്ചു, എന്നെ വിളിച്ചു, എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണം, അങ്ങനെ എനിക്ക് നേരിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു, എനിക്ക് ഓൺലൈനിലുള്ള അപ്പോയിന്റ്മെന്റ് മതി. ഓൺലൈനിലായാലും കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ കേസ് ഇങ്ങനെയാണ്, അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അപ്പൊ എന്തൊക്കെയോ സെക്ഷലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ആ ഭാര്യ പിണങ്ങിപ്പോയി. അപ്പോ ആൾക്ക് സെക്ഷലി ഇപ്പൊ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. ആളുകളെ കാണിച്ചിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ തോന്നുകയാണെന്ന് പറഞ്ഞു. ആളുകളെ കാണിച്ചുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പോകണം. ഈ കൂടെ പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ തോന്നുന്നു, അത് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് സീരിയസ് കേസ് ആയിട്ട് തോന്നി. അത് ഭയങ്കര വെപ്രാളം കാരണം നിങ്ങൾ ആരെങ്കിലും കൂട്ടിയിട്ട് ഫസ്റ്റ് എനിക്ക് കോൾ ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ നിങ്ങൾ ആരെങ്കിലും കൂട്ടിയിട്ട് വാ, നമുക്ക് സെഷൻ ആയിട്ട് തന്നെ ഇരിക്കണം. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ കോൾ ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും നിങ്ങൾ സൂസൈഡൽ ടെൻഡൻസിയിലാണെന്ന് അറിയാൻ അത് നമ്മളൊരു കടമയാണല്ലോ. അപ്പൊ നിങ്ങൾ ഒന്ന് ആരെയും കൂട്ടിച്ചു വരാൻ ഒട്ടും പറ്റില്ല. എന്നാൽ നമ്മൾ വീഡിയോ കോൾ, ഓക്കെ, വീഡിയോയിലെങ്കിലും നമുക്ക് ഇരിക്കാം എന്നിട്ട് സംസാരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മാമിനെ കണ്ടുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്തോട്ടെ, വീഡിയോ കോളിൽ ഞാൻ മാമിനെ കണ്ടുകൊണ്ട് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തോട്ടെ. എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് ചെയ്യും ആസ് എ സൈക്കോളജിസ്റ്റ്? ക്വസ്റ്റ്യൻ, ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ പറ.
എന്ത് ചെയ്യും നിങ്ങൾ അവിടെ? നിങ്ങളൊന്നും ചെയ്യൂലേ? തെറ്റിക്കോട്ടെ, നമുക്ക് കേൾക്കാലോ. എന്ത് ചെയ്യും? ഒരാളെങ്കിലും നോ ഐഡിയ. ജസ്റ്റ് സേ നോ. ഒരു നോ, യു ആർ നോട്ട് സപ്പോസ് ടു. യെസ്, നോ എന്ന് പറയും. ഒന്നുമല്ല, വെറുതെ നോ. ഇയാൾക്ക് എൻ്റെ അടുത്ത് അവസാനം അയച്ച മെസ്സേജ്, ഇയാൾക്ക് എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരാം, അത് മാത്രം, വേറെ ഒന്നും പറ്റത്തില്ല. അപ്പോ ഞാൻ ഇത് അയച്ചുകൊണ്ടിരിക്കുമ്പം മൈ ഹസ്ബൻഡ് വാസ് വർക്കിംഗ് ഇൻ മൈ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പിലായിരുന്നു. പുള്ളിക്കാരന്റെ എന്തോ കാര്യം നോക്കുമായിരുന്നു. അപ്പം നമുക്കിങ്ങനെ എഴുതി കാണിക്കുമല്ലോ, എന്റെ വാട്സപ്പിലും ലാപ്പിലും കണക്റ്റഡ് ആണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ ഷോക്കായി. എങ്ങനെയാ അപ്പൊ നിനക്ക് ഇത്ര എന്താ പറയുക ഈസി ആയിട്ട് നോ പറയാൻ പറ്റിയത്? സർപ്രൈസ്ഡ് ആയി. ഞാൻ പറഞ്ഞു എന്റെ ജോലി ഇതാണ്. കാരണം ഞാൻ കൂടി അയാളോട് പൊട്ടിത്തെറിച്ചാൽ അവിടെ തകർന്നു പോയില്ലേ? ഹീസ് എ പേഷ്യന്റ്, ഹീസ് ഹാവിങ് എ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അയാൾക്ക് നോർമൽ അല്ല, നോർമൽ ആയിട്ടുള്ള ഒരാൾ ഇത് ചോദിക്കുക പോലും ഇല്ല. ഇത് അയാൾക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്. മിക്കവാറും അയാൾ ഇത് ട്രീറ്റ് ചെയ്യാതിട്ടാൽ അയാൾക്ക് വലിയ ഏതെങ്കിലും രോഗത്തിലേക്ക് വരും. നമ്മുടെ പണി എന്നോ പറയാ, ഇത്രേ ഉള്ളൂ. ഇത് ചില പെൺകുട്ടികളൊക്കെ ഞാനിങ്ങനെ ഈ അടുത്തൊക്കെ ഞാൻ കുറെ ചിരിക്കും. ഒരു പെൺകുട്ടി സ്ഥിരമാണ്, എന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പോ എപ്പോഴും അവളെ ഇങ്ങനെ ഹായ് മിണ്ടാമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരുടെ സ്ക്രീൻഷോട്ട് എടുത്തിടുന്നത് നിങ്ങൾ ആരെയും ചെയ്യാറുണ്ടോ? ഏതെങ്കിലും അറിയാത്ത നമ്പർ, പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒത്തിരി എന്താ പറയാ സെക്ഷൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ഇത് സ്വീകരിക്കുന്നത്. അതിന് അവരുടെ സ്റ്റാറ്റസ് എന്തിനാണ് നോ പറഞ്ഞാ പോരെ? നമ്മളടുത്ത് ബ്ലോക്ക് ബട്ടൺ ഇല്ലേ? ഇല്ലേ? താങ്കൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ ഞാൻ, നമ്പർ മാറിപ്പോയി. അതിൽ നിന്ന് വീണ്ടും സംസാരം തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, ജസ്റ്റ് ബ്ലോക്ക് ചെയ്യാം. എന്നിട്ടും വരാണ്, സൈബറിൽ കൊടുക്കാം. എന്നിട്ട് അവരായിട്ടൊക്കെ അടുത്ത് ഏതോ സൈക്കോളജിസ്റ്റ് വെട്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാള് ആ പെൺകുട്ടി പറയിപ്പിച്ച പോലെയൊക്കെ തോന്നുന്നു. അയാളെ വായിന്ന് ഇങ്ങനെ വരുത്തിച്ചു. അത്രേ ഉള്ളൂ. ജസ്റ്റ് അന്നോ. അതാണ് ലൈഫ് സ്കിൽസ്, ഒരു പ്രൊഡക്റ്റ്. അപ്പം നമുക്കൊരു പ്രശ്നവും ഇല്ല. പലർക്കും ആ നോ ആണ് വലിയ പ്രശ്നം. കാര്യം പറയാതെ ബ്ലോക്ക് ചെയ്യരുത്, അത് ഒളിച്ചോട്ടമാണ്. അതാണ് അസർട്ടീവ്നെസ്. താങ്കൾ ഉദ്ദേശിച്ച നമ്പർ അല്ല ഇത്, താങ്കൾക്ക് നമ്പർ മാറിപ്പോ. അത്രേ ഉള്ളൂ. അപ്പൊ വെളിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരാളോട്ട് എന്താ പറയാ വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സെക്സ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു, they will ask politely, can I sleep with you today? If she's okay, they will sleep together. അല്ലെങ്കിൽ പറയും no, I'm not interested. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറിപ്പിടുത്തവും അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ കൂടുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മളറിയില്ല എന്ത് സാധനമാണോ നമ്മൾ അത്രയും സപ്രസ് ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് മെന്റലി അതിനോട് ത്വരയുണ്ടായി. ഓക്കെ ആണോ? അപ്പം ഇതാണ് ലൈഫ് സ്കിൽസിന്റെ പ്രത്യേകത, നമുക്ക് ലൈഫിൽ വേണ്ടത്. ഓക്കെ ആണോ? നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇസ് വെരി എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഡെഫിനിഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് WH നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോ ലൈഫ് സ്കിൽസിൽ കോഗ്നിറ്റീവ് സ്കിൽസ് വരുന്നുണ്ട്, സോഷ്യൽ സ്കിൽസ് വരുന്നുണ്ട്, നെഗോസിയേറ്റിംഗ് അല്ലെങ്കിൽ കോപ്പിംഗ് സ്കിൽസ് വരുന്നുണ്ട്. 3 സ്കിൽസ് ആണ്. 3 ടൈപ്പിലും കൂടെ ഐ തിങ്ക് 10 സ്കിൽസ് ആണ് വരുന്നത്. അല്ല 12 സ്കിൽസ് കേട്ടോ. നോക്കിയേ, കോഗ്നിറ്റീവ് ലൈഫ് സ്കില്ലിൽ ഏതാ വരുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, ക്രിയേറ്റീവ് തിങ്കിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്. സോഷ്യൽ സ്കില്ലിലോ സെൽഫ് അവയർനെസ് സ്കില്ല്, നമ്മളെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കാം. ദേഷ്യം വന്നാൽ ഞാൻ പൊട്ടിത്തെറിക്കും, സോ മാറി നിൽക്കുന്നതാണ് നല്ലത്. നമ്മളെ പറ്റി നമുക്ക് നല്ല ബോധം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാ സ്ഥലത്തും പിടിച്ചിരിക്കാം. ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എനിക്കറിയാം എനിക്ക് നല്ലോണം ഷോപ്പ് ചെയ്യാൻ തോന്നും. ഇത്ര പൈസ മാത്രമേ അക്കൗണ്ടിൽ വെക്കത്തുള്ളൂ, ഒരു കാർഡിൽ ആ കാർഡ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ളിടത്ത് അത്ര മാത്രം വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഐ വിൽ ഷോപ്പ്. സെൽഫ് അവയർനെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ്,
എന്തായാലും വേണം. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടാണ് പല ഡിവോഴ്സുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് ഇൻലോസിന്റെ അടുത്തൊക്കെ പ്രശ്നം വരുന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോണമെന്ന് ഭർത്താവിനോട് പറയുന്നതിന് പകരം ഇങ്ങനെയാ ചോദിക്കാം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ, ഞാനിവിടെ അടിമേനെ പോലെ പണിയെടുക്കല്ലേ. ഇതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആ നേരിട്ട ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി. എംപതി സ്കില്ല്. നെഗോഷിയേറ്റിംഗും വേണം. എല്ലാ സ്ഥലത്തും നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. കോപ്പിംഗ് വിത്ത് ഇമോഷന്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ഒക്കെയാണ് നെഗോഷിയേറ്റിംഗില് അല്ലെങ്കിൽ കോപ്പിംഗ് സ്കില്ലില് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ലൈഫ് സ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ WHO കൊടുത്തിട്ടുള്ള വേൾഡ് 10 കോർ സ്കിൽസ് ആൻഡ് ലേബിൾ വിത്ത് ലൈഫ് സ്കിൽ പഠിച്ചിരിക്കണം. 10 ലൈഫ് സ്കിൽ ആണ് നമുക്കുള്ളത്. സെൽഫ് അവയർനെസ്, എംപതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഓക്കെ ആണോ? അപ്പം ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഏകദേശം മൊത്തം ചാപ്റ്റർ എന്താണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പൊ സെൽഫ് അവയർനെസ്, ഇൻക്ലൂഡിംഗ് റെക്കഗ്നിഷൻ ഓഫ് സെൽഫ് ആൻഡ് ഐഡന്റിഫൈങ് അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഡിസൈർസ് ആൻഡ് ഡിസ്ലൈക്സ്. ഇതാണ് സെൽഫ് അവയർനെസ്. നിങ്ങളെ കല്യാണത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ സെൽഫ് അവയർനെസ് ആദ്യം നടത്താം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ജോലിക്ക് പോകണോ, ജോലിക്ക് പോകണ്ടേ, അല്ലെങ്കിൽ ആ ആളോട് ഈ പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും, അതായത് നിങ്ങളെ പറ്റി നിങ്ങൾ അവെയർ ആവാ, അത് അപ്പുറത്തെ ആളെ അറിയിക്കുക നിങ്ങൾ എന്താണെന്ന്. ആ എന്താണെന്ന് അറിഞ്ഞിട്ടും ഓക്കെ ആവുന്ന ഒരാളെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അതൊരു ബ്യൂട്ടി ആയിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷമാണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. Developing self-awareness can help us to recognize when we are stressed or under pressure. കണ്ടോ, ഞാൻ പറയില്ലേ, നമുക്ക് നമ്മളെ പറ്റി ബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ എപ്പോഴാണ് സ്ട്രെസ് ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് അണ്ടർ പ്രഷർ ആവുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഉണ്ടെന്നറിയില്ല പൊട്ടിത്തെറിക്കാൻ. ഇപ്പൊ ദേഷ്യം വന്നാൽ നടന്നു പോകും. ഞാൻ ദേഷ്യം വന്നാൽ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒത്തിരി എനർജി ഉണ്ടാവും ആ സമയത്ത് ദേഷ്യം വന്നാല്. ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യും, മിക്കവാറും ഞാൻ ചെയ്യുന്നെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഈ മൂഡ് സ്വിങ്സിന്റെ ഒക്കെ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി എന്താ പറയാ എനർജിയും ഒത്തിരി ദേഷ്യവും ഒക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട സിറ്റുവേഷൻ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കും, ആ ഒരു ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിച്ച് പോകാറുണ്ട് കേട്ടോ, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്. എന്നാൽ പോലും ഒരു 90% ആ ഒരു സിറ്റുവേഷനിൽ നടന്നു പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എപ്പോഴും ഇല്ല കേട്ടോ, പീരിയഡ്സിന്റെ സമയത്ത് മാത്രമാണ്. അല്ലാത്തപ്പോ എനിക്കറിയാം ഞാൻ കാമാണ്. അപ്പം ഞാൻ ഏകദേശം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും പീരിയഡ്സിന്റെ സമയം ആവുന്ന എപ്പോഴാന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. It is often a prerequisite to effective communication and interpersonal relation. കേട്ടോ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും ഡെവലപ്പിംഗ് എംപതി ഒക്കെ വേണമെങ്കിൽ ആദ്യം എന്ത് വേണം, പ്രീറിക്വസ്റ്റ് ആദ്യം സെൽഫ് അവയർനെസ് വേണം. എന്നാലേ നമുക്ക് ഇന്റർപേഴ്സണൽ സ്കില്ലും അതുപോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധമാണ് എന്ത്, സെൽഫ് അവയർനെസ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എംപതി ആണ്. ഇസ് ദ അബിലിറ്റി ടു ഇമാജിൻ വാട്ട് ലൈഫ് ഇസ് ലൈക്ക് ഫോർ അനദർ പേഴ്സൺ. കണ്ടോ, നമ്മൾ മറ്റൊരാളായിട്ട് ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക, അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക. To have a successful relationship with our loved one, the society at large, we need to understand and care about other people's needs, desire and feeling. അതായത് അപ്പുറത്തെ ആളെ പറ്റി നമ്മളല്ലേ എപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അയാളായിട്ടൊന്ന് ചിന്തിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അച്ഛൻ പുറത്തു പോകാന്ന് പറഞ്ഞത് ലേറ്റ് ആയിട്ട് വന്നു, അച്ഛനോട് ഒത്തിരി ഷോർട്ട് എന്തായാലും വരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛനായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, അച്ഛന് ചിലപ്പം എന്തോ അത്യാവശ്യമായിട്ട് ചിട്ടി പിടിക്കാൻ പോവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിനും പോകാനുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അച്ഛൻ വളരെ കാലത്തിന് ശേഷമുള്ള ഒരു കൂട്ടുകാരനെ കണ്ടു, നിങ്ങൾ കൂട്ടുകാരാണ്, അതെ അയാൾ വിട്ടില്ല, അയാളായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുക, മറ്റേ ആളായിട്ട് അവർക്ക് ആഗ്രഹങ്ങൾ, അവരുടെ ഫീലിങ്സ്, അവരുടെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കാം. അല്ലെ, ഇപ്പൊ കറിയിൽ 2 പീസ് മീനുകൾ, രണ്ടും എടുക്കുന്നതിന് മുന്നേ ചേട്ടനും മീൻ ഇഷ്ടമാണ്, അയാൾക്കും എന്നെ പോലെ ഒരു മീൻ കഴിക്കണം എന്നുണ്ടാവില്ല. ആ ഒരു എംപതി എന്നൊക്കെ ഒരു പീസ് എടുത്തിട്ട് ആണ് എംപതി. വിത്തൗട്ട് എംപതി അവർ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് വിൽ amount to one-way traffic. എംപതി ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ one-way traffic ആയിരിക്കും. ഓക്കെ ആണോ? എംപതി ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്.
It is an ability to analyze information and experience in an objective manner. Subjective അല്ല, ഉള്ളിന്ന് വരാതെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു കാര്യം അനലൈസ് ചെയ്യണം. Critical thinking help us to recognize and assess the factors that influence attitude and behavior. കണ്ടോ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്? നമ്മള് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതിന് കൂട്ടു നിൽക്കുന്നവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവർ എന്താക്കും? താൻ ചെയ്ത് ശരിയായിട്ടില്ലേ, താൻ തന്നെ ആളോട് മാപ്പ് പറയണം. അല്ലെങ്കിൽ അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞ ആളെ കൂടെ കൂടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലായിട്ട് ഒരു ഒബ്ജക്റ്റീവ് മാനർ. ആരെടുത്താലും തെറ്റ്, അച്ഛനെടുത്താലും അമ്മനെടുത്താലും ഭർത്താവെടുത്താലും ആരെടുത്താലും അത് അനലൈസ് ചെയ്യാം. റെക്കഗ്നൈസ് ആൻഡ് അസസ് ദ ഫാക്ടേഴ്സ്, ആറ്റിറ്റ്യൂഡിന്റെ ഫാക്ടേഴ്സിന്റെ ബിഹേവിയറിന്റെ ഫാക്ടേഴ്സ് അസസ് ചെയ്യാം. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു, ആ രീതിയിൽ ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇനി ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്? നമ്മുടെ സണ്ണി പറയുന്ന പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക. ഒരു പ്രശ്നത്തിന് പുതുമയുള്ള, ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. A novel, പുതുമ ഉള്ള way of seeking or doing things that generate new ideas, has shifting perspective, conceiving something new and build on other ideas. കണ്ടോ, ഒരു ന്യൂ ആയിട്ടുള്ള സംതിങ് കൺസീവ് ചെയ്യുക, അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ഡിസിഷൻ മേക്കിംഗ് എന്താണ്? നമ്മുടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണം വന്ന് ചുരിദാർ എടുക്കാം, ലെഹങ്ക എടുക്കാം, പിന്നെ ക്രോപ്പ് ടോപ്പ് എടുക്കാം, പിന്നെ സാരി എടുക്കാം. ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ്സിനെ അനലൈസ് ചെയ്തിട്ട് ഒരെണ്ണം ചൂസ് ചെയ്യുന്നതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. Help us to take appropriate decision about our life. It can teach people how to effectively make decision and what effect these different decisions are likely to have. ഒരു നമ്മുടെ ലൈഫിൽ ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കുക. അതായത് ആ എടുക്കുന്നതിന് മുന്നേ ഈ ഡിസിഷൻ ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ഡിവോഴ്സ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും, ബ്രേക്കപ്പ് ആണെന്ന് പറഞ്ഞു വരുമ്പോഴും അതിന്റെ പ്രോസും കോൺസും അവരെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്യിക്കും. അവരെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കിക്കും. അവരെ കൊണ്ട് തന്നെ ഒരു ഉത്തരം കണ്ടെത്തിപ്പിക്കും. അവരെ കൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. കൗൺസിലിംഗ് നമ്മളൊന്നും അഡ്വൈസ് ചെയ്യും, ഒന്നും ചെയ്യില്ല കേട്ടോ. അവരെ കൊണ്ട് തന്നെ. അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമുണ്ട്, അവരെന്നെ എടുക്കുന്നത്. അതാണ് ആശ്വാസം കിട്ടുന്നത്. അതാണ്. ഓക്കെ, പ്രോബ്ലം സോൾവിങ് ഹെൽപ്പ് us to deal constructively with the problems in our life. കണ്ടോ, പ്രോബ്ലം സോൾവിങ്, ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അത് കൺസ്ട്രക്റ്റീവ്ലി ഡീൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഇന്റർപേഴ്സണൽ റിലേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ. അതിനാവശ്യമായിട്ടുള്ള സ്കിൽസ് ഹെൽപ്പ് us establish a rapport with the people whom we interact with. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നവരുടെ നല്ല റാപ്പോർട്ട് ഉണ്ടാക്കുക. This include being able to keep friendly relationship, maintain relationship with family members, and being able to end relationship constructively. ഈ രണ്ടെണ്ണം പിന്നെ അറിയാം. ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട്, അല്ലേ? എൻഡ് ചെയ്യുക, അതൊരു വൈവാഹിക ജീവിതമായിക്കോട്ടെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പലരും എങ്ങനെയാണ് നിർത്തുകയെന്ന് ചോദിച്ചിട്ടാ വരിക. എനിക്ക് ആളിപ്പോ വേണ്ട. കണ്ടോ, ഇതൊക്കെ നമുക്ക് സൈക്കോളജിയിൽ ആവശ്യമുള്ളതാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരെ പറഞ്ഞു, കാര്യങ്ങൾ വളരെ വ്യക്തിയില് വളഞ്ഞു മൂക്ക് പിടിക്കരുത്. Means being able to express ourselves both verbally and non-verbally so that our ideas are effectively transmitted. നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇനി കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഒരു വർക്ക് ലോഡോ അല്ലെങ്കിൽ ഒരു ലോഡോ സ്ട്രെസ് വരുമ്പോൾ അതിനെ കോപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചിലപ്പോൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എക്സാം ടൈം 2-3 യൂണിവേഴ്സിറ്റിക്ക് ഒരുമിച്ച് എക്സാം വന്നാൽ ഞാൻ എക്സോസ്റ്റ് ആവാറുണ്ട്. ചിലപ്പോൾ ഞാൻ എല്ലാം കൂട്ടി വെച്ച് ഫോണൊക്കെ ഓഫ് ആക്കി വെച്ചിട്ട് ഞാൻ ഇരുന്നൊരു സിനിമ കാണും. It's my coping style. Every Saturday I wish to go for a movie. I like to watch movies in theater. So every Friday or Saturday I'll find time for it. And Instagramil reels കാണും. ഇഷ്ടമാണ്. അത് ബാത്റൂമിൽ നിന്ന് കാണാൻ കുറച്ചുകൂടി ഇഷ്ടം. ബിക്കോസ് അവിടെ പിള്ളേരും ആരും ഉണ്ടാവില്ല, ശല്യമില്ല, അതിരുന്ന് കുറച്ചു നേരം കാണാം. It's a kind of relaxation. ഞാൻ വന്നു കഴിഞ്ഞാൽ, ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ കയറി കഴിഞ്ഞാല് കുറച്ചേരം റീൽസ് ഒക്കെ കണ്ട്, അവിടെ ബാത്റൂമിൽ ഇരുന്ന് കുറച്ചേരം റീൽസ് ഒക്കെ കണ്ട്, ചെയറൊക്കെ ഇട്ട്, ചിലപ്പോൾ ചെയർ കൊണ്ടിട്ടിട്ട് ബാത്റൂം ചെയർ കൊണ്ടിട്ട് അവിടെ ഇരുന്ന് കണ്ടിട്ട് റിലാക്സ് ആയിട്ട്. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടീച്ച് ചെയ്യണം, പേഷ്യൻസ് വരുമ്പോൾ ഡീൽ ചെയ്യണം. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ചില കേസസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചേരം കുറിച്ചൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ലേഡി വന്നിരുന്നു, അവരുടെ ഹസ്ബൻഡ് സൂസൈഡ് ചെയ്തായിരുന്നു. 2 മക്കളും ഈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മക്കളും ഈ സൂസൈഡ് ചെയ്ത് നേരിട്ട് കണ്ടവരായിരുന്നു. ഒരു PTSD-യിലായിരുന്നു. അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത്
എന്താ പറയാ ഒരു ഡിസ്റ്റർബ്ഡ് ആയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുത്തൊരു ഡ്രൈവ് പോകും. എനിക്ക് അതാണ് ഇഷ്ടം, വണ്ടി എടുത്തൊരു ഒറ്റയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബർഗറോ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഐ ബി ഫ്രഷ്. സോ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് സെൽഫ് റെഗുലേഷനിൽ നിന്ന് കിട്ടിയതാട്ടോ. അതാണ് സ്ട്രെസ്സിനെ കോപ്പ്. അല്ലാത്ത പക്ഷം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. Means recognizing the source of stress in our lives, recognizing how this affects us and acting in a way that help us to control our level of stress by changing our environment or lifestyle and learning how to relax. Kando means recognizing the source of stress in our life. എന്ത് സോഴ്സ്, എന്ത് കാരണം കൊണ്ടാണ് സ്ട്രെസ് വരുന്നതെന്ന് കണ്ടെത്താം. ഞാൻ പറഞ്ഞ എനിക്ക് കറക്റ്റ് അറിയാം, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ലാസ്സസ് ഒക്കെ പോവാണ്, അതുകൊണ്ടാണ് ഡിസ്റ്റർബ്ഡ്. Recognizing how affect us, ആക്ടിങ് ഇൻ എ വേ ദാറ്റ് ഹെൽപ്പ് us to control our level of stress. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ ഷോപ്പിങ്ങിന് പോകും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകും. മെയിൻ സിനിമയാണ്. ബൈ ചേഞ്ചിങ് അവർ എൻവയോൺമെന്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇൻ ലേണിംഗ് ഹൗ ടു റിലാക്സ്. എങ്ങനെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്താം. കോപ്പിംഗ് വിത്ത് ഇമോഷൻ മീൻസ് ഇൻവോൾവിംഗ് റെക്കഗ്നൈസിംഗ് thus being aware of how emotion influence behavior and being able to respond to emotions appropriately. കേട്ടോ, ഇമോഷൻസുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക, നമ്മൾ ഇമോഷൻസ് എങ്ങനെ നമ്മളെ ബിഹേവിയർ, ദേഷ്യം വന്നാൽ നമ്മൾ എങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഇമോഷൻസിനോട് എപ്രോപ്രിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക. അതായത് ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ വളരെ പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ വളരെ മിതമായി എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പഠിക്കണം. അത് ഏറ്റവും വലിയൊരു സ്കില്ലാണ് ലൈഫിൽ. ഏറ്റവും കൂടുതൽ അതില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ ബാക്ക് ആയി പോകുന്നത്. അപ്പം കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ 10 ലൈഫ് സ്കില്ല്: പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, coping with emotion, coping with stress, empathy, self-awareness building skill, interpersonal relationship. ഇനിയാണ് മദർ സ്കില്ല്, സർവൈവൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ മദർ സ്കില്ല് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ വേണ്ടെന്നുള്ള ഒരു അർത്ഥം കേട്ടോ. സെൽഫ് അവയർനെസ് വരുന്നുണ്ട് അതില്. ഈ ഏരിയാസ് ഓഫ് സെൽഫ് അവയർനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് 4 ലെവലായിട്ടാണ്, 5 ലെവലായിട്ടാട്ടോ പറയുന്നത്. ഫസ്റ്റ് ലെവല് കൺഫ്യൂഷൻ ആണ്. 0th ലെവൽ അത് കൺഫ്യൂഷൻ ആണ്, അറിയില്ല, നമ്മളെ പറ്റി ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. ഡിഫറൻസിയേഷൻ ഉണ്ട് അവിടെ. ഒരു മിറർ മനസ്സിലാക്കാണ് എന്തൊക്കെ ചെയ്യണത്. 3ാമത്തെ സിറ്റുവേഷൻ ആണ്, അതായത് ഓഫ് സെൽഫ് അവയർനെസ് ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. സിറ്റുവേഷൻ: at this point, individual can link movements on the mirror to what is perceived within their body. It's the first hint of self-exploration on a project surface where what is visualized on the mirror is special to self. അതായത് ആ മിററിൽ കണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളും, അതായത് അവിടെ എന്തൊക്കെയാണ് ആ ബോഡിക്ക് എന്തൊക്കെ ആ സിറ്റുവേഷൻസ് ആ ഉണ്ടാകുമ്പോഴുള്ള സിറ്റുവേഷന് കൂടി മനസ്സിലാക്കുക. ഐഡന്റിഫിക്കേഷൻ ആണ് 3ാമത്തത്. The individual find out the recognition takes effect. One can now see that what's in the mirror is on not other person but it is themselves. കണ്ടോ, ഇവിടെ നോക്കി ഇങ്ങനെ മനസ്സിലാക്കണം. ഫസ്റ്റ് സെൽഫ് നമുക്ക് ആരാന്നുള്ള കൺഫ്യൂഷൻ ആണ്. സെക്കൻഡില് നമ്മളൊരു മിറർ പോലെ ഒരു നോക്കി കാണാണ്, നമ്മള് ആളും കാണുകയാണ്, മറ്റൊരാളുടെ പോലെ കാണാണ്. 3ാമത്തെ ഐഡന്റിഫിക്കേഷൻ അയാൾ തിരിച്ചറിയാണിത് വേറൊരാളല്ല, ഞാൻ തന്നെയാണെന്ന്. അവിടെ പെർമനൻസ് ആണ്. Once an individual reaches this level, they can identify the self beyond the present mirror image. കണ്ടോ, മിറർ ഇല്ലാതെ ഇനി അവർക്ക് പെർമനന്റ് ആയിട്ട് അവരെ തന്നെ കാണാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരാളുടെ പോലെയാണ് അവർ കാണുക. അവിടെയാണ് സെൽഫ് കോൺഷ്യസ്നസ്. പിന്നെ വരുന്നത് മെറ്റ അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്. കണ്ടോ, ഫസ്റ്റ് കൺഫ്യൂഷൻ ആണ്, പിന്നെ മിററിൽ എന്ന പോലെ കാണുകയാണ്. ആ മിററിൽ എന്ന പോലെ തന്നെ സിറ്റുവേഷനും അറിയാണ്, ഐഡന്റിഫൈ ചെയ്യണത് ഞാനാണെന്ന്. പിന്നെ എപ്പോഴും മനസ്സിലാവാണ് ഇത് മിറർ അല്ല, ഇത് ഞാൻ തന്നെയാണ്. അവിടെ സെൽഫ് കോൺഷ്യസ് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതാട്ടോ മെയിൻ ആയിട്ട് കമ്പോണൻസ്. സെൽഫ് അവയർനെസിന്റെ കമ്പോണൻസ് ഇതാണ് വരുന്നത്. ഷാമില ബിൻസിക്ക് വേണ്ടി ഒന്നും കൂടെ പറയണം. 5 സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ആരാണെന്നും കൂടി അറിയില്ല, കൺഫ്യൂഷൻ ആണ്. അറ്റ് ദിസ് ലെവൽ ദ ഇൻഡിവിജ്വൽ ഹാസ് 0 ഡിഗ്രി ഓഫ് സെൽഫ് അവയർനെസ്. പിന്നെ ഡിഫറൻസിയേഷൻ ആണ്. ഒരു മിററിൽ വേറൊരാളെ കാണുന്ന പോലെ നമ്മൾ നമ്മളെ പറ്റി കാണുകയാണ്, നമ്മുടെ ദേഷ്യം, നമ്മുടെ വാശിയൊക്കെ. അപ്പൊ ഉണ്ടാവുന്ന ആ ബോഡിയിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് അതൊക്കെ മിററിൽ എന്ന പോലെ തന്നെ നമ്മൾ കാണുകയാണ്. അതാണ് 3ാമത്തേത്.
സിറ്റുവേഷൻ. ഐ മീൻ ലെവൽ 2. ലെവൽ 3യിലാണ് അത് ആ മിററിലുള്ളത് വേറെ ആരില്ല ഞാൻ എന്നാണെന്ന് തിരിച്ചറിയാണ്. ആ തിരിച്ചറിവ് കഴിഞ്ഞാൽ പിന്നെ മിറർ ഇല്ല, പെർമനന്റ് ആയിട്ട് നമ്മൾ തന്നെയാണ്. ഓരോ സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഞാൻ ആരാണെന്ന ബോധം വരിക. ഇതാണ് 5. 5 ശരിക്കും ലെവൽ 5 വരെയുള്ള 6 സ്റ്റേറ്റ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇമോഷണൽ സെൽഫ് അവയർനെസ് കമ്പോണൻസ് ആണ്. ഇമോഷണൽ സെൽഫ് അവയർനെസ് ഉണ്ട്, ബിഹേവിയറൽ സെൽഫ് അവയർനെസ് ഉണ്ട്, അവയർനെസ് അബൌട്ട് ലോക്കസ് ഓഫ് കൺട്രോൾ, എനിക്ക് എത്രത്തോളം എന്റെ മേലെ കൺട്രോൾ ഉണ്ട് എന്നുള്ളത്, അവയർനെസ് അബൌട്ട് പേഴ്സണാലിറ്റി ട്രൈറ്റ്, എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചൊരു ടൈപ്പ് എ പേഴ്സണാലിറ്റി ആണെന്ന്, കുറച്ചൊക്കെ കോമ്പറ്റേറ്റീവ് ആണ്, ക്ഷമയില്ലാത്ത ഒരാളാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ടൈപ്പ് എ ആണെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ അവയർനെസ് അബൌട്ട് യുവർ സോഷ്യൽ കോമ്പിറ്റൻസി, നമ്മുടെ സോഷ്യൽ കോമ്പിറ്റൻസി ചുറ്റുപാടും എന്താണെന്നുള്ള അവയർനെസ്. ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് സെൽഫ് അവയർനെസ്. ഇമോഷണൽ സെൽഫ് അവയർനെസ്, നമ്മുടെ ഇമോഷനെ പറ്റിയിട്ടുള്ള അവയർനെസ്. അതുപോലെ ബിഹേവിയറൽ സെൽഫ് അവയർനെസ്, ഒരു സാഹചര്യം വന്ന് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. ഒന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്താ പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള. ഓക്കെ ആണോ? പിന്നെ തിയറീസ് ഓഫ് സെൽഫ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ തിയറീസ് വരുന്നുണ്ട്, ഒത്തിരി തിയറീസ് വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ആരൊന്നും ഇനി നല്ല തലവേദനയായിട്ടിരിക്കുകയാണ്. SWOT അനാലിസിസ്, SWOT അനാലിസിസ് തലവേദനയായിട്ടേ. SWOT അനാലിസിസ് പണ്ടൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു, ഇപ്പൊ ഒറ്റൊന്നും കണ്ടിട്ടില്ല. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഒന്ന് പറഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം, ബാക്കി ഞാൻ നാളെ എടുത്തരാം. ലൈഫ് സ്കിൽ തന്നെ ഒരു സെഷൻ കൂടെ പറ്റുകയാണെങ്കിൽ വെച്ചുതരാം. ഐ എം ഹാവിംഗ് എ ബാഡ് ഹെഡേക്ക്, ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പോലെ തോന്നി. ഇന്നലെ ഇത്തിരി ഉറക്കം കമ്മിയായിരുന്നേ, കുഞ്ഞിന് ഇച്ചിരി വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടാണ്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കില്ല്. According to Erik Erikson's theory of psychosocial development, a conflict is a turning point during which an individual struggles attain some psychological quality. ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്ന ഹസ്ബൻഡ് കൂടെ UK പോവാ, അവിടെ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഠിക്കാൻ പോവാ. അല്ലാതെ ഇപ്പുറത്ത് ജർമ്മനി പോകാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, പിന്നെ പക്ഷെ 4 വർഷത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാനേ പറ്റത്തില്ല. കോൺഫ്ലിക്റ്റ് ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇൻഡിവിജ്വൽ സ്ട്രഗിൾ ചെയ്യും, കുറച്ച് സൈക്കോളജിക്കൽ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാം. Sometimes refers as a psychosocial crisis. This can be a time of both vulnerability and strength as individual works towards success or failure. സക്സസ് ആവില്ല, ഫെയിലിയർ ആണ്. ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു നൂൽപാലത്തിൽ നിൽക്കുന്നത്. For example, Erik Erikson's first stage of psychosocial development, the conflict centers trust versus mistrust. Erikson അറിയാലോ, trust versus mistrust ആണ് first stage. In the early stage of a child life, they learn whether they can trust the people around them. Children who learn that they can trust and depend on caregivers emerge with a sense of security and safety. കണ്ടോ, ട്രസ്റ്റ് ലേൺ ചെയ്ത കുട്ടികൾ കെയർടേക്കേഴ്സിനെ, വേൾഡിനെ തന്നെ ട്രസ്റ്റ് ചെയ്യും. അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണമായാൽ നമ്മൾ ഒന്നെങ്കിൽ വിശ്വസിക്കും അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കും. Those who are not able to trust their caregivers may be left with the feel that world is unreliable. കണ്ടോ, അല്ലാത്തവർ വിചാരിക്കുന്നതാണ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാത്തവര് വേൾഡ് റിലയബിളെ എല്ലാവരും ആരെയും വിശ്വസിക്കില്ല. Conflict in psychology is the arousal of a 2 or more strong motive that cannot be solved together. 2 or 3 strong motive
ഒരുമിച്ച് വരാണ്. ഒരുമിച്ച് അതിനെ തീർക്കാനും പറ്റൂല. രണ്ടല്ല കല്യാണം അയക്കാനും ജർമ്മനി പോകാനും രണ്ടും നടക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ. കോൺഫ്ലിക്ട്സ് ആർ നോട്ട് ഓൾ ഈക്വലി സിവിയർ. ചിലപ്പം എല്ലാം ഒരേപോലെ സിവിയർ ആയിരിക്കുന്നില്ല. എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിസൈർഡ് ഗ്രാറ്റിഫിക്കേഷൻ, അപ്രോച്ച് കോൺഫ്ലിക്ട്, ആസ് വെൽ ആസ് യൂത്ത് ഹാസ് ടു ചൂസ് ബിറ്റ്വീൻ ടു അട്രാക്റ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ കരിയേഴ്സ് മേ ലീഡ് ടു സം vacillation, but rare lead to great distress. Conflict between two danger or threats is usually more distress. ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഇപ്പൊ 2 കോളേജിൽ അഡ്മിഷൻ കിട്ടി എവിടെ പോകണമെന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് തീരുമാനിക്കാം. പക്ഷെ ഡേഞ്ചർ ആയിട്ടുള്ള 2 എണ്ണം വരുമ്പോഴൊക്കെയാണ് ഡു ഓർ ഡൈ സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏറ്റവും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള അവസ്ഥ. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 2 സിറ്റുവേഷൻ ഒരുമിച്ച് വരികയാണ്, ഒരുമിച്ച് അത് സോൾവ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ ആണോ? ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. അപ്രോച്ച്, അവോയ്ഡൻസ്. രണ്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്, രണ്ടിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് അപ്രോച്ച്, ഒന്ന് അവോയ്ഡൻസ്. ഡബിൾ അപ്രോച്ച്, അവോയ്ഡൻസ്, കംപ്ലീറ്റ്. ഇങ്ങനെ 4 എണ്ണമാണ് വരുന്നത് കേട്ടോ. അവിടെ അപ്രോച്ച് പറഞ്ഞത് 2 or 3 ഡിസൈറബിൾ ആയിട്ടുള്ള, ഇഷ്ടപ്പെട്ട, അതായത് പിന്നെ ചുരിദാർ എടുക്കണം, സാരി എടുക്കണം, 3 ഇഷ്ടമാണ്, ലെഹങ്ക, ഇഷ്ടപ്പെട്ട 3 എണ്ണത്തിൽ ഒന്ന്, ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അപ്രോച്ച്. ഇനി അവോയ്ഡൻസ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 അല്ല അതിലധികമോ ഇഷ്ടമില്ലാത്തതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ. ഇനി അപ്രോച്ച്, ഒന്ന് ഇഷ്ടവും ഒന്ന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് അപ്രോച്ച് അവോയ്ഡൻസ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ, ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ റിസോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ദ എബിലിറ്റി ടു സക്സസ്ഫുള്ളി റിസോൾവ് കോൺഫ്ലിക്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ എബിലിറ്റി. എന്താണ്? മാനേജ് സ്ട്രെസ് ക്വിക്ലി വെൽ റിമൈനിങ് അലേർട്ട് ആൻഡ് കാം. ആ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മൾ നല്ല സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനൊന്ന് മാനേജ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, അതേസമയം അലേർട്ട് ആയിരിക്കുക, കാം ആയിരിക്കുക. പേ അറ്റൻഷൻ ടു ദ ഫീൽ ബീങ് എക്സ്പ്രസ് ആസ് വെൽ ആസ് സ്പോക്കൺ വേർഡ്സ് ടു അതേഴ്സ്. നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ്, സങ്കടമാണോ, പൊട്ടിത്തെറിക്കോ, അതിനൊരു അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ. Psychologist Connie Lillias used a driving analogy to describe the 3 most common ways people respond when they are overwhelmed by stress. Stress വന്നൊക്കെ എന്താണ് ചെയ്യുക? Foot on the gas, foot on the brake, foot on both gas and brake. ഈ അവസ്ഥയൊക്കെയാണ് വരാം. എന്താണ് foot on the gas? An angry or agitated stress response. Angry ആയിട്ട് നമ്മള് ഭയങ്കരമായിട്ട് ചൂടാവുക. ഫുട്ട് ഓൺ ദ ബ്രേക്കോ വിഡ്രോവൽ ഓർ ഡിപ്രസ്ഡ് സ്ട്രെസ് റെസ്പോൺസ്. നമ്മൾ വിഡ്രോ, എല്ലാത്തിൽ നിന്നും വിട്ടുമാറി മെയിൻ ആയിട്ട് 2 രീതിയിലാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുക. ഒന്ന്, ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഡിസ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക, അതേ പിന്നെ ഇതാണ് നമ്മുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, നമ്മുടെ സ്പോക്കൺ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന്. എക്നോളജ് ദാറ്റ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എക്സിസ്റ്റ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ അഭിമുഖീകരിക്കുക. എക്നോളജി ഇവിടെ ഉണ്ട്. ലെറ്റ് ഇൻഡിവിജ്വൽ എക്സ്പ്രസ് ദിയർ ഫീലിംഗ്. അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ്. നമുക്കൊരു ദേഷ്യം കേട്ടോ, ഇയാൾ എന്നോട് ചെയ്ത് ഭയങ്കര മോശമായിപ്പോ, ഇയാൾ ഇതുവരെ എന്നെ യൂസ് ചെയ്യായിരുന്നു അല്ലേ, എന്റെ കാശ് മാത്രം തനിക്ക് മതിയില്ലേ, ഞാൻ അറിഞ്ഞിട്ടുണ്ട് താൻ അങ്ങനെ ചെയ്തത്, എന്തിനാണ് മോശമായിപ്പോയി, ഇനി ഈ പരിപാടിയായിട്ട് എന്റെ അടുത്ത് വരല്ലേ പറഞ്ഞാൽ തീരുന്നിട്ട് പറയൂല. അത് നാട്ടുകാരോട് മൊത്തവും പറയും, ചിലപ്പോ എല്ലാവരും ആ വ്യക്തിനോട് പോയി പറയത്തില്ല. അതാണ് എക്സ്പ്രസ് ദിയർ ഫീലിംഗ്. ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്ത്. ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിട്ട് ഒത്തിരി വീഡിയോസ് അപ്ലോഡ്, നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം ആയതിനെക്കൊണ്ട് എനിക്കൊന്നൊരു 6 ടീമിന്റെ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു ഡെയിലി ക്ലാസ്സസിന്. ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഇരുന്ന് പേപ്പറില്ല, ഞാൻ ടൈം മാനേജ്മെന്റ് സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ട് ഇന്ന് ചെയ്തതാണ്. അപ്പൊ ഇത്രയും വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആദ്യം എഴുതി ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തു.
ഏകദേശം മൊത്തത്തിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ആപ്പിലോട്ടും അപ്ലോഡ് ചെയ്യാം. ഭയങ്കര ഒരു വലിയ പ്രോസസ്സാണ്. അപ്പം എനിക്കറിയാം ഏകദേശം ഒരു 10 വീഡിയോയിൽ അപ്പുറം ആയിക്കഴിഞ്ഞാൽ നല്ല വലിയ പ്രോസസ്സാണ്. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, കറക്റ്റ് കാര്യങ്ങൾ. ഡിറ്റർമൈൻ അണ്ടർലൈൻ നീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ ആ നീഡ് ഏതാണ്. തലവേദന ആയിട്ട് കിടക്കുകയാണെങ്കിൽ നാളത്തേക്ക് വീണ്ടും വീഡിയോസ് കൂടും. വീണ്ടും കുറച്ചു നേരം ഇരുന്ന് അതിന്റെ ഇടയ്ക്ക് ഒത്തിരി നേരം ഇരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ 2 or 3 വീഡിയോസ് ഇടും, പോവും, തിരിച്ചു വരും. അപ്പം മെയിൻ ആയിട്ടുള്ള ഒന്ന് ആ സിറ്റുവേഷൻ ഉണ്ട് എന്ന് അക്നോളജ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക ഫീലിംഗ്, പ്രോബ്ലം എന്താന്ന് ഡിഫൈൻ ചെയ്യുക. ഈ ഇതിൽ ഏത് സെലക്ട് ചെയ്യുമ്പോൾ നീഡ് ഏത് വേണം, ഇതിൽ ഏതാണ് ആവശ്യം, അതുകൊണ്ടുള്ള ഗുണം അത് കണ്ടെത്തുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ ഇത്രയും മതി. ഞാന് കമ്മ്യൂണിക്കേഷന്റെ ഇഗ്നോർഡതാട്ടോ, ഇഗ്നോർഡ് കമ്മ്യൂണിക്കേഷന്റെ 2 വീഡിയോസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇഗ്നോർഡ് വീഡിയോസ് ആണ്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി സെയിം സാധനങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇഗ്നോർഡ് കമ്മ്യൂണിക്കേഷന്റെ 2 വീഡിയോസ് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ചെറിയ ചെറിയ വീഡിയോസ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ അത് ഇട്ടുതരാം. പിന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ വീഡിയോയും ആ വീഡിയോ ക്ലാസ്സും ഉണ്ട്. അത് 3 ഇപ്പൊ തന്നെ ഇട്ടുതരാം. അത് കണ്ടോളൂ. ബാക്കിയൊരു സെഷൻ നാളെ വെച്ച് പറഞ്ഞു. കാരണം നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് നമ്മുടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് നാളെ പറഞ്ഞു തരാം കേട്ടോ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്തായാലും വരാൻ ചാൻസ് ഉള്ളതാണ്. പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ജസ്റ്റ് ഓക്കെ ആണോ? ഉള്ളതാണ് വേദനയാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അത് ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.